ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 29/3/2025 രാശി മാറുന്ന ശനി വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം. വൃശ്ചികം രാശിയിലെ വിശാഖം, കാലെ, പിന്നെ അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഇപ്പോൾ കണ്ടകശനിയായിട്ട് വളരെയേറെ ക്ലേശിപ്പിക്കുകയാണ് ശനി. രോഗക്ലേശം, ശത്രുക്ലേശം, ബന്ധുവിയോഗമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത. അതുപോലെ സ്ഥാന പരിവർത്തനം, സാമ്പത്തിക ക്ലേശമൊക്കെ നന്നായിട്ട് വരിക, ധനനഷ്ടം ഉണ്ടാകുക, വാഹനം മൂലമായിട്ടൊക്കെ ക്ലേശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുക, വിവാഹത്തിനുമൊക്കെ ഒരു തടസ്സം ഉണ്ടാകുക, ജോലി സംബന്ധമായ ക്ലേശങ്ങൾ, തടസ്സങ്ങൾ, മാതാവ് മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങളൊക്കെ ആണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് 2 വർഷത്തിലേറെയായിട്ട് അനുഭവിച്ചിരുന്നത്. എന്നാൽ 29/3/2025 മുതൽ ഇവരുടെ കണ്ടകശനി തീരുകയാണ്. ശനി 5ാം ഭാവത്തിലോട്ടാണ് മാറുന്നത്. 5ാം ഭാവം വളരെ ഉത്തമം അല്ല എങ്കിലും കണ്ടകശനിയുടെ ക്ലേശത്തിൽ നിന്നും ഒരു രക്ഷപ്പെടുന്നതിന് സാധ്യതയാണ്. 5ാം ഭാവത്തിലെ ശനിയും അത്ര നന്നല്ല. സന്താനങ്ങൾ മൂലമൊക്കെ ചെറിയ മനക്ലേശത്തിന് സാധ്യതയുണ്ട്. ധനക്ലേശം ഉണ്ടാകാം. കുടുംബക്കാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. പൊതുവേ ലേശം സമാധാനക്കുറവ് ഉണ്ടാകാം. അതുപോലെ ദുഷ്ട സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹനുമാൻ ചാലിസ എന്നും ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതുപോലെ ഹരേ രാമ മന്ത്രം ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിസന്ധരണ മന്ത്രം എന്നാണ് ഇതിന് പറയുന്നത്. എന്നും എപ്പോഴും എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. അത് കുളിച്ചില്ല എങ്കിലും ജപിക്കാവുന്നതാണ്. വളരെയേറെ ദോഷങ്ങൾ മാറ്റിത്തരുന്നതാണ് ഈ ഒരു മന്ത്രം. അതുപോലെ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി വഴിപാട് നടത്തുക, ശനി ഗായത്രി ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിയുടെ ദോഷത്തിനൊരു കുറവുണ്ടാകുന്നതാണ്. പക്ഷേ കണ്ടകശനിയെക്കാട്ടിലും വളരെയേറെ ക്ലേശങ്ങൾക്ക് കുറവുണ്ടാകും ഈ 5-ലെ ശനിയുടെ രാശിമാറ്റം കൊണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ്. മെയ് മാസം മുതൽ വ്യാഴവും 8ാം ഭാവത്തിലോട്ട് മാറുന്നുണ്ട്. അപ്പം അതും അത്ര നന്നല്ല. ആകയാൽ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കേണ്ടതും അത്യാവശ്യമാണ്. ശനിദോഷം തീരുന്നതിന്, വ്യാഴദോഷം തീരുന്നതിനുമൊക്കെ ഈ വിഷ്ണു സഹസ്രനാമം അത്യുത്തമം തന്നെയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ബന്ധുവീടുകളിലൊന്നും പോകുന്നതും ദൂരയാത്രയും മറ്റുമൊക്കെ ഒഴിവാക്കുന്നതുമൊക്കെ നന്നാണ്. ശനിയുടെ നക്ഷത്രമായ ഈ പൂയം, അനിഴം, ഉത്രട്ടാതി ഈ 3 നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും അത്ര നല്ലതല്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഈ അടുത്ത 2.5 വർഷത്തേക്ക് നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്യാൻ. ശനിയാഴ്ച ദിവസം എങ്ങും യാത്രയൊക്കെ പോകാതിരിക്കുക, പ്രത്യേകിച്ച് ബന്ധുവീടുകളിൽ. അതുപോലെ തീർച്ചയായിട്ടും ഈ നാമജപങ്ങൾ അത്യാവശ്യമാണ്. അത് ചെയ്യുക. പാവങ്ങൾക്ക് വല്ല ഒരാൾക്കെങ്കിലും ഒരു ആഹാരം കൊടുക്കാൻ നോക്കുക, ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓ